ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യം ആവർത്തിച്ച INTUC. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഒരെണ്ണം വേണം എന്നുള്ളതാണ് ആവശ്യം. ഒരു വ്യക്തിക്കല്ല, INTUC എന്ന തൊഴിലാളി സംഘടനയ്ക്കാണ് സീറ്റ് ചോദിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. 16 സീറ്റിൽ ഒരു സീറ്റ് ഒരു INTUCയുടെ പ്രധാനപ്പെട്ട നേതാവിന് INTUCയുമായി ചർച്ച ചെയ്ത് കൊടുക്കണം. INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ സീറ്റല്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനാണല്ലോ വ്യക്തി, അതുകൊണ്ട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സീറ്റും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 16 സീറ്റും INTUC പ്രവർത്തകന്മാരുള്ള നേതാക്കന്മാരുള്ള സീറ്റുകളാണ്. 16 അല്ല 20 സീറ്റിലും INTUCക്ക് ശക്തമായ സ്വാധീനമുള്ളതാണ്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, സീറ്റ് വേണം എന്നുള്ള ആവശ്യം വീണ്ടും ശക്തമാക്കുന്നു. ഒപ്പം തന്നെ മുന്നണിയിലെ ചില പാർട്ടികൾക്കെതിരെ ഒളിയമ്പും INTUCയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിവരങ്ങൾ എന്താണ് സൂരജ്? സീറ്റ് വേണം എന്ന നിലപാട് കടുപ്പിക്കുകയാണ് INTUC. ഈ ആവശ്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് INTUC തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് തൃശ്ശൂരിൽ INTUCയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. ഇതിന്റെ യോഗം ചേർന്ന ഇന്ന് ഉച്ചഭക്ഷണത്തിന് പിരിയുന്ന സമയത്താണ് ഈ R. ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുന്നതും ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് മാത്രം 16 സീറ്റുകൾ കേരളത്തിലുണ്ട്, അതിൽ ഒരു സീറ്റ് വേണം എന്നുള്ളതാണ് INTUC ആവശ്യപ്പെടുന്നത്. അത് കൊല്ലം സീറ്റ് തന്നെ വേണം എന്നില്ല, പക്ഷേ കൊല്ലം സീറ്റ് കിട്ടിയാലും നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തനിക്ക് വേണ്ടിയല്ല, R. ചന്ദ്രശേഖരന് വേണ്ടിയല്ല സീറ്റ് ചോദിക്കുന്നത്. INTUC എന്ന നിലയിലാണ് ഈ സീറ്റ് ചോദിക്കുന്നത്. തൊഴിലാളികളുടെ ശബ്ദം പാർലമെന്റിൽ എത്തണം. കേരളത്തിലെ MP-മാർക്ക് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് INTUCയുടെ നിലപാട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സീറ്റ് വേണം എന്ന നിലപാട് ആവർത്തിക്കുന്നത്. നമ്മൾ എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് INTUC ഇത്തരത്തിലൊരു സീറ്റ് ആവശ്യവുമായി രംഗത്തെത്താറുണ്ട്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് നടത്തുന്ന ചർച്ചയിൽ അനുനയിക്കുന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു അനുനയ ശ്രമത്തിന് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഈ R. ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമാപിക്കുക. ആ സമയത്ത് കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഇന്ന് 26 അംഗങ്ങൾ, അതായത് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നതിൽ 26 പേർ ഇതിനോടകം തന്നെ ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത് ഇത്തരത്തിലൊരു സീറ്റിൽ INTUC സ്വതന്ത്രമായെങ്കിലും മത്സരിക്കണം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കൊല്ലം സീറ്റിന്റെ സാധ്യതകളെ പറ്റിയും ഇന്ന് ഈ ചർച്ചയിൽ പ്രധാനമായും ആവശ്യങ്ങൾ ഉയർന്നു. അതായത് അവർ പറയുന്നത് ചിന്താ ജെറോമിനെയൊക്കെയാണ് CPM സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ INTUC ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പോലും സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലം പോകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സീറ്റ് നൽകാൻ തയ്യാറായില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുക എന്നൊരു ആവശ്യമാണ് ഇന്ന് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തുടരും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. TK സൂചിപ്പിച്ചതുപോലെ തന്നെ RSPക്കെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. അതായത് ഈ കൊല്ലം സീറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. RSP ഈ UDFിലേക്ക് കടന്നു വരുന്ന സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തണം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനിയും എത്ര നാൾ RSPയെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചില ഘടകകക്ഷികൾക്ക് അർഹമായതിലും കൂടുതൽ പരിഗണന നൽകുന്നു എന്നൊരു ആരോപണം കൂടി RSPയെ ലക്ഷ്യമിട്ടുകൊണ്ട് R. ചന്ദ്രശേഖരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.